ഹരേ കൃഷ്ണ, നമസ്കാരം. വിഷ്ണു സഹസ്രനാമം നോക്കാം. അതിൽ 741 മുതൽ 750 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഭഗവാൻ ലോകസ്വാമിയാണെന്ന് പറയും. ലോകസ്വാമി, ലോകത്തിൻ്റെ തന്നെ സ്വാമി അല്ലെങ്കിൽ യജമാനൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എല്ലാം ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ രൂപമാണ് എന്നും നമ്മൾ ത്രിലോകം എന്ന് പറയില്ലേ, ഈ ത്രിലോകം എന്ന് പറയുന്നതാണ് 14 ലോകങ്ങളായിട്ട് അതിനെ പിരിച്ചു പറയുന്നത്. അപ്പോൾ ആ ത്രിലോകത്തിൻ്റെ നാഥനായിട്ടുള്ള ലോകസ്വാമിയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനിലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്നും അതുകൊണ്ടാണ് ഭഗവാന്റെ വിരാട് രൂപ വർണ്ണനയിൽ 14 ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ ദർശിക്കുന്ന ആ ഒരു വിവരണം നമുക്ക് ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ കാണാം. അപ്പോൾ ഇവിടെ സമസ്ത നമ്മുടെ കർമ്മങ്ങളൊക്കെ, നമ്മൾ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കർമ്മങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ, ഭഗവാൻ അറിയാതെ ഇവിടെ ഒരു ചെറിയ ചലനം പോലും നടക്കുന്നില്ല, ഒരു കാറ്റ് പോലും വീശുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ എന്നാൽ നമ്മൾ സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ വൈകല്യങ്ങൾ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭൗതികതയുടെ ഇടയിൽ തന്നെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളെ ലോകരാഷ്ട്രങ്ങളിൽ യുദ്ധങ്ങളൊക്കെ കാണുന്നില്ലേ. എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും അതിനെ നശിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവരുടെ മനസ്സിലെ ചിന്തകളൊക്കെ പോകുന്നത്. കാരണം മനസ്സിലെ ചിന്തകളാണ് ഇപ്പോൾ ഈ ശരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനെയും നിയന്ത്രിക്കണമെങ്കിൽ ആ ഒരു കർമ്മവാസനകളെ ക്ഷയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ആ കർമ്മവാസനകളെ നമുക്ക് ക്ഷയിപ്പിക്കാൻ, ദുരിതങ്ങളെ അകറ്റാൻ, അകന്നു പോകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പാപവാസനകൾ, കർമ്മവാസനകൾ ക്ഷയിക്കണം. ആ കർമ്മവാസനകൾ ക്ഷയിക്കാൻ ഒരുപാട് അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതായത് സാധന, അനുഷ്ഠാനം, അതുപോലെ ജപങ്ങൾ, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതൊക്കെ ജപിക്കുന്നവർക്ക് ആ ഒരു ദുരിതങ്ങൾ അകന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് എന്നും ഈ രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകിട്ട് ലളിതാ സഹസ്രനാമം ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴൊക്കെ കുറേ നമ്മുടെ ഉള്ളിലെ കർമ്മവാസനകൾ ക്ഷയിക്കുകയും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ കുറേ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ദുരിതങ്ങൾ അകലാൻ തീർച്ചയായിട്ടും നാമജപങ്ങൾ നമ്മളെ സഹായിക്കും എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കുറുക്ക് വഴിയും ഇതിനൊന്നുമില്ല. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിനൊരു കുറുക്ക് വഴിയില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ 741 മുതൽ 750 വരെയുള്ള നാമങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം. അപ്പോൾ അർത്ഥം അറിഞ്ഞ് അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് ഒരു ഗുണം ഉണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഭഗവാൻ നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. 741 മുതലുള്ള നാമങ്ങളാണ് നോക്കുന്നത്. വീരഹ വിഷമശൂന്യോ ഘൃതാശീര ജലശ്ചല അമാനിമാനതോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക്, ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 741 വീരഹ എന്നാണ്. ഹ എന്ന് പറയുമ്പോൾ ഹനിക്കുക, ഇല്ലാതെയാക്കുക. അപ്പോൾ വീരന്മാരെ ഹനിക്കുന്ന ഭഗവാൻ, ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വീരന്മാരെ ഹനിക്കുന്നു എന്നാണ് പറയുന്നത്, ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ഒരുപാട് കഥകളും പുരാണങ്ങളിലും ഒക്കെ നമ്മൾ ഭഗവാൻ വീരന്മാരെ ആയിട്ടുള്ള അസുരന്മാരെ ഇല്ലാതെയാക്കിയ കഥകൾ നമുക്കറിയാം, ഭഗവാന്റെ ലീലകളിലും ഒക്കെ തന്നെ. അപ്പോൾ ഇനി വിഷമഹ, അടുത്ത നാമം, തനിക്ക് സമമായിട്ട് ആരുമില്ലാത്തവൻ. അതായത് വിഗത സമ എന്നാണ് വിഷമ എന്നുള്ളതിനർത്ഥം. തനിക്ക് സമാനമായിട്ട് ആരുമില്ല എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ആ ഒരു പ്രഭാവം അത് വളരെ ഗംഭീരമാണ്. ഭഗവാൻ ആ ഒരു അനന്ത ശക്തിയായിട്ടുള്ള ഭഗവാൻ തനിക്ക് സമമായിട്ട് ആരുമില്ല എന്നും
ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വീരന്മാരായിട്ടുള്ള അസുരന്മാരെ പോലും ഹനിക്കുന്നു. അതാണ് വീരന്മാരെ ഹനിക്കുന്നവൻ എന്നർത്ഥം. ഇനി 742 വിഷമഹ, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, വിഗത സമ എന്നാണ്. 741 വീരഹ, വീരന്മാരെ ഹനിക്കുന്നു, ധർമ്മത്തെ രക്ഷിക്കുന്നു. ഇനി 742 വിഷമഹ, വിഗത സമ, തനിക്ക് സമമായിട്ട് ആരുമില്ലാത്തവൻ. അപ്പം ഭഗവാൻ ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രഭാവത്തോടുകൂടി പ്രഭാവശാലിയായിട്ട് അനന്തശക്തിയായിട്ട് ഇരിക്കുന്നത്. ഈ ലോകത്രയങ്ങളിൽ 3 ലോകത്തിലും ഭഗവാന് സമാനമായിട്ട് ആരും തന്നെ ഇല്ല. 743 ശൂന്യഹ, ശൂന്യത തന്നെ രൂപമായവൻ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ശുദ്ധ ചൈതന്യമാണെന്ന് പറയും. ആ ശുദ്ധ ചൈതന്യത്തിന് പക്ഷേ രൂപമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാന് ദർശിക്കാൻ കഴിയാത്തത്. നമ്മളെല്ലാം നമ്മുടെ ഒരു സാധാരണ ബുദ്ധിക്ക് എല്ലാം കാണുമ്പോൾ മാത്രമേ നമ്മളത് മനസ്സിലാക്കുള്ളൂ. എന്നാൽ ഭഗവാനെ കാണാനോ ഒന്നും നമ്മുടെ മാംസചക്ഷുസ്സുകൾക്ക് കഴിയില്ല. നമ്മുടെ ഈ നേത്രങ്ങൾക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാനെ അറിയാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് പറയുന്നത് ശൂന്യഹ, ശൂന്യത തന്നെ രൂപമായവൻ. അപ്പോൾ ഭഗവാൻ ഒരു ശുദ്ധ ചൈതന്യം മാത്രമാണ്. അപ്പം ശരീരമില്ല, എന്നാൽ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ആത്മാവാണ് ഭഗവാൻ. ആ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന ആ ഒരു വിവേകിയായിട്ടുള്ള ഒരാൾക്ക് പിന്നെ ദുഃഖമില്ല എന്ന് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. ഇനി 744 ഘൃതാശി, ഘൃതം എന്ന് പറയുമ്പോൾ നെയ്യ് ആശിക്കുന്നവൻ. എങ്ങനെയാണ് നെയ്യ് ആശിക്കുന്നത്? നമ്മൾ പലതരം ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇത് അർപ്പിക്കുന്നത് ഭഗവാന് ആണ്. അപ്പോൾ ആ ഒരു ഒരു അഗ്നി തന്നെ ഭഗവാന്റെ രൂപമാണ്. ആ ഭഗവാനിലേക്ക് അർപ്പിക്കുന്ന നെയ്യ് അത് ദൈവപ്രീതിക്കായിട്ട് യാഗാഗ്നിയിൽ അർപ്പിക്കുന്ന ഘൃതത്തെ, ആ നെയ്യിനെ ഭഗവാൻ അഗ്നിരൂപിയായിട്ടുള്ള ഭഗവാൻ ഭക്ഷിക്കുകയും അങ്ങനെ ഭഗവാൻ അഗ്നിരൂപിയായിട്ടുള്ള ഭഗവാൻ അത് ഭക്ഷിക്കുമ്പോൾ എല്ലാ ദേവതമാരും തൃപ്തരാകുന്നു എന്നും പറയുന്നുണ്ട്. ഭഗവാൻ എല്ലാവർക്കും ആശിസ്സുകൾ നൽകുന്നു. ഘൃതാശി എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമെന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. സർവശക്തനായ ഭഗവാന് ആരുടെയും ആശിസ്സുകൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഭഗവാൻ ആരുടെയും ആശിസ്സുകൾ ആവശ്യമില്ല. എന്നാൽ നമുക്ക് ആശിസ്സുകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും ആശിസ്സുകൾ നൽകുന്നു. ഇനി 745 അചല, ചലിക്കാത്തവനാണ് ഭഗവാൻ. ഭഗവാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന് ഇനി വേറൊരു സ്ഥലത്തേക്ക് ചലിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അചലനാണ്. അചലഹ, ചലിപ്പിക്കാൻ ഭഗവാനെ കാലദേശങ്ങൾ കൊണ്ടോ ഒന്നും കൊണ്ടും തന്നെ ഒരു ശക്തി കൊണ്ടും ഭഗവാനെ ചലിപ്പിക്കാൻ കഴിയില്ല. അതാണ് ഭഗവാൻ ബ്രഹ്മരൂപിയാണെന്ന് പറയുന്നു. ആ ബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിനെ ചലിപ്പിച്ച് വേറൊരിടത്തേക്ക് മാറ്റാൻ കഴിയില്ല. അതാണ് ഭഗവാൻ അചലഹ എന്ന് പറയുന്നത്. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തിനെ എങ്ങോട്ട് ചലിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി 746 ചലഹ, ചലിക്കുന്നവൻ. എന്നാൽ ഭഗവാൻ ബ്രഹ്മമാണ്, അചലമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി ചലഹ, അതായത് ചലിക്കുന്നവനാണ് എന്നും പറയുന്നു. അതിൻ്റെ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് തോന്നുന്നു എങ്കിലും ഇവിടെ പറയുന്നു സ്ഥിരവും ഏകവുമായ ആത്മാവ് അത് മനസ്സിനേക്കാൾ വേഗതയുള്ളതാകുന്നു. അപ്പോൾ ഈ ബ്രഹ്മത്തെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് എന്ന് പറയുന്നത് അനന്തബോധശക്തിയായിട്ടുള്ള ആത്മാവ് അത് മനസ്സിനേക്കാളും വേഗതയുണ്ട്. ഇന്ദ്രിയങ്ങളെക്കാളും വേഗതയാണ് മനസ്സിനേക്കാളും വേഗതയാണ് ഈ ആത്മാവിന്. അത് സ്ഥിരമാണ്, ഏകമാണ്. സർവത്ര പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് അത് മനസ്സിനേക്കാൾ വേഗതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇളകാതെ ഒരിടത്ത് നിന്നുകൊണ്ട് ഓടുന്ന മറ്റുള്ളവയെ അതിക്രമിക്കുന്നു എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ ദൂരത്തും പോകുന്നവനും
എല്ലായിടത്തും സഞ്ചരിക്കുന്നവനുമാണ് ഭഗവാൻ. ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ ദൂരത്ത് പോകുന്നു, എന്നാൽ എല്ലായിടത്തും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോഴും അത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ചലിക്കാത്തതായിട്ട് തോന്നും. അതാണ് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞ അചലഹ എന്ന്. എന്നാൽ സർവത്ര ചലിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ചലിക്കുന്നവനാണ്. ഇനി 747 അമാനി ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവമില്ലാത്ത ആത്മാഭിമാനം ഇല്ലാത്തവൻ. ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്ന ആത്മാഭിമാനം, ഞാൻ, എൻ്റെ, അങ്ങനെയൊക്കെ പറയില്ലേ, ആയിട്ടുള്ള ഒരു അഭിമാനം, മിഥ്യാഭിമാനമാണ് ജീവന്മാരായിട്ടുള്ള നമ്മൾക്കൊക്കെ ഉള്ളത്. ഇത് അജ്ഞാനമാണ് നമ്മുടെയൊക്കെ. കാരണം നമ്മളൊന്നും ഇവിടെ ശരിക്കും സ്ഥിരമായിട്ടുള്ളവരല്ല, നമ്മളൊക്കെ കുറച്ച് കാലം ഇവിടെ നിൽക്കാൻ വേണ്ടി മാത്രം വന്നവരാണ്. അപ്പോൾ ഈ അജ്ഞാനം മിഥ്യാഭിമാനമാണ്. ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം. നമ്മുടേതായിട്ട് എന്താ ഇവിടെ ഉള്ളത്? എല്ലാം ഭഗവാന്റെയാണ്. അപ്പോൾ എല്ലാം അസ്ഥിരമാണ്, എല്ലാം നശിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു അറിവില്ലാത്തതാണ് നമ്മുടെ അജ്ഞാനം. എന്നാൽ ഭഗവാൻ ഈ അജ്ഞാനമില്ല. അതുകൊണ്ട് ഭഗവാൻ അമാനിയാണ്, അജ്ഞാനമില്ലാത്തവനാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്ത ഭഗവാനാണ് എന്നർത്ഥം. ഇനി 748 മാനദഹ, അതായത് സത്പ്രവൃത്തിക്ക് ആവശ്യമായ ആത്മാഭിമാനം നൽകുന്നവൻ, മാനത്തെ നൽകുന്നവൻ. മാനദഹ സത്പ്രവൃത്തിക്ക് ആവശ്യം, നല്ല പ്രവൃത്തികൾ, മാനവും അഭിമാനവും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഉള്ളവർ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള ആത്മാഭിമാനം ഭഗവാനാണ് നൽകുന്നത്. ആ ഭഗവാൻ തന്നെ ഭജിക്കുന്ന ഭക്തന് ഈ സ്വധർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കാൻ വേണ്ടുള്ള ആത്മാഭിമാനവും മാനവും ആത്മവിശ്വാസവും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തത്വജ്ഞാനികൾക്ക് അനുഗ്രഹത്തെ നൽകുന്നവൻ, തത്വജ്ഞാനികളായിട്ടുള്ള തത്വത്തെ അറിയുന്നവർ, ഈ ലോകത്തിൻ്റെ തത്വത്തെ അറിയുന്ന തത്വജ്ഞാനികൾക്ക് അനുഗ്രഹം നൽകുന്നവൻ ഭഗവാൻ. ഇനി 749 മാന്യഹ, എല്ലാവരാലും മാനിക്കപ്പെടുന്നവൻ, ബഹുമാനിക്കപ്പെടുന്നവൻ. അപ്പോൾ ലോകത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം അതിന് കാരണഭൂതനായിട്ടും അതുപോലെ എല്ലാവർക്കും മാനത്തെ നൽകുന്നു, ദുരഭിമാനത്തെ അകറ്റുന്നു. അപ്പോൾ ഭഗവാനാണ് സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണം. അതുപോലെ തന്നെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. അതാണ് മാന്യഹ, മാന്യനായിട്ടുള്ള വ്യക്തി എന്നൊക്കെ പറയില്ലേ, അതാണ് മാന്യഹ. ഭഗവാൻ മാന്യനാണ്, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നു. കാരണം എല്ലാ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്കും കാരണം ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെയാണ് സകല ജീവന്മാരും പൂജിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും മാനിക്കേണ്ടതും എന്ന് പറയുന്നു. ഇനി 750 നാമം ലോകസ്വാമി, അതായത് ഈ ലോകം എന്ന് പറയുന്നത് 14 ലോകങ്ങളെക്കുറിച്ച് വിരാട് രൂപവർണ്ണനയിൽ 14 ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിൽ ദർശിക്കുന്നത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ 14 ലോകങ്ങളുടെയും ഈശ്വരനാണ് ലോകസ്വാമിയായിട്ടുള്ള ഭഗവാൻ. സമസ്ത ലോകങ്ങളിലും ജീവജാലങ്ങളുടെയും കർമ്മവും കർമ്മഫലവും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു ഭഗവാൻ. അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം സ്തോത്രങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ളത്. കാരണം സർവത്തിനെയും നിയന്ത്രിക്കുന്ന ഭഗവാനെ സ്തുതിക്കുമ്പോൾ ആ കർമ്മ വാസനകൾ ക്ഷയിക്കുകയും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ കുറേയൊക്കെ അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ പാരായണങ്ങളൊക്കെ ഒരു ശീലമാക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. എന്താണ് നമ്മൾ നോക്കിയ നാമങ്ങൾ 741 മുതൽ 750 വരെയുള്ളത്. അതായത് വീരഹ, വിഷമശൂന്യോ, ഘൃതാശി, ജലശ്ചലഹ, മാനീമാനതോ, മാന്യോ, ലോകസ്വാമി, ത്രിലോകദൃക്, ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.